ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ ഈ ഒരു സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ 3 മെത്തേഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും അതുപോലെ അതിൻ്റെ പ്രോബ്ലംസുമാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് 15 മാർക്കിൻ്റെ എസ്ഐക്ക് ഈ ഒരു സ്റ്റെപ്പ് ലാഡർ മെത്തേഡായിരുന്നു ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും 15 മാർക്ക് 12 മാർക്ക് കുറഞ്ഞത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് അത്രയും കെയർഫുള്ളായിട്ട് തന്നെ പഠിക്കുക. കറക്റ്റായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ് ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ മെത്തേഡിൽ വരുമ്പോഴത്തേനും നമുക്ക് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് എന്ന് പറയുന്നത് കുറേ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും സ്റ്റെപ്പ് ലാഡർ മെത്തേഡുമാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതെന്ന്. അണ്ടർ ദിസ് മെത്തേഡ് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദർ സർവീസബിലിറ്റി. ദ കോസ്റ്റ് ഓഫ് ദി മോസ്റ്റ് സർവീസബിൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഫസ്റ്റ് അപ്പോർഷൻ ടു ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞിരുന്നത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ അപ്പോർഷൻ ചെയ്യുമ്പോൾ മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് കൊടുക്കത്തില്ലായിരുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിരുന്നു കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ വരുമ്പോഴത്തേനും നമ്മൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് വരുമ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സർവീസ് റെൻഡർ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം വീതിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും എങ്ങനെയാണ് വീതിച്ച് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. അപ്പം നമുക്ക് ഏറ്റവും മോസ്റ്റ് സർവീസബിൾ സർവീസിൻ്റെ കോസ്റ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത് സെക്കൻഡ് മോസ്റ്റ് സർവീസബിൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ അങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഒരു ഓർഡർ ബേസ് ചെയ്തിട്ടാണ്, ഏറ്റവും പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും കോസ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ്, സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്, മൂന്നാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്, ഇങ്ങനെയാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് വീതിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എമൗണ്ട്, എല്ലാ ടോട്ടൽ കോസ്റ്റും നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബേസ് ചെയ്തിട്ട് ഷേപ്പ് ഓഫ് സ്റ്റെപ്പായിട്ട് നമ്മൾ അപ്പോർഷൻമെൻറ്റ് ചാർട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് ഇത് പറയുന്നത് തന്നെ. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പോൾ പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. നമ്മുടെ ഇലുസ്ട്രേഷൻ 9 നമുക്ക് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എ മാനുഫാക്ചറിങ് കമ്പനി ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളത്. അതുപോലെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് എക്സിന് 16,000, ഡിപ്പാർട്ട്മെൻറ്റ് വൈക്ക് 10,000. അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 4,000, 5,000, 3,000 വെച്ചിട്ട് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ടൈം കീപ്പിംഗ്, സ്റ്റോർസ്, മെയിൻ്റനൻസ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുന്നത് ഓരോ ബേസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ് വൈയിൽ എത്രയുണ്ട്, അതുപോലെ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റോർസ് റിക്വസിഷൻ എത്ര, മെഷീൻ അവേഴ്സ് എത്ര, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോർഷൻ ദ ഓവർ ഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ബൈ യൂസിങ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇനി സൊല്യൂഷനിലോട്ട് കടക്കാം. സൊല്യൂഷനിൽ വരുമ്പം നമ്മുടെ ആദ്യം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഉള്ള എമൗണ്ടുകൾ കൊടുക്കുക. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളുടെ ടോട്ടൽ കോസ്റ്റുകൾ കൊടുക്കുക. അപ്പോൾ നമുക്കത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് എത്രയാണോ ഉള്ളതെന്ന്. ഇനി രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നമ്മൾ വീതിച്ച് കൊടുക്കുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്കറിയാം എന്തിൻ്റെ ബേസിസിലാണ്, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിസിലാണ് നമ്മൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വീതിച്ച് കൊടുക്കുന്നത്. അപ്പം നോക്കി ഇവിടെ അതിൻ്റെ റേഷ്യോ വരുമ്പം
40 30 20 10 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം 4:3:2:1 അനുസരിച്ച് നമുക്ക് ഈ ഒരു റേഷ്യോ വരും. അപ്പോൾ നമ്മൾ ആ റേഷ്യോ ബേസിസിൽ ടൈം കീപ്പിംഗ് 4000 ആണ്. ഈ 4000ൻ്റെ എമൗണ്ട് 2:1:4:3 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ നമ്മൾ വീതിച്ച് കൊടുക്കണം. നമ്മൾ വീതിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൻ്റനൻസ് XY ഇത്രത്തിന് വീതിച്ച് കൊടുക്കാം. അടുത്തായിട്ട് വന്നിരിക്കുന്നത് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്പർ ഓഫ് സ്റ്റോർസ് റിക്വസിഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ വരുന്നത് നമുക്കിവിടെ എക്സിനും വൈക്ക് 24-20, മെയിൻ്റനൻസിന് 6, സ്റ്റോർസ് ടൈം കീപ്പിംഗ് വരുന്നില്ല. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് റേഷ്യോസ് വരുമ്പം 6:24:20 നമുക്കത് ഷോർട്ട് ചെയ്തെടുക്കുമ്പോൾ 3:12:10 എന്ന് വരും. അപ്പം നമ്മൾ അതിൻ്റെ ബേസിസിൽ വീതിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ടോട്ടൽ നോക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് 5000 പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളൊരു 800 കൂടി കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടാണ് നമ്മൾ ഇവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പം നമുക്ക് 5800 നമ്മൾ ഈ ഒരു റേഷ്യോയിൽ മെയിൻ്റനൻസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 പിന്നെ ഉള്ളത് എക്സിനും വൈക്കും 24:20. അപ്പോൾ അത് 3:12:10 എന്ന് വരും. ആ ബേസിസിൽ നമ്മൾ വീതിച്ച് കൊടുക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ മെഷീൻ അവേഴ്സിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ എക്സിനും വൈയുടെയാണ് പറഞ്ഞിരിക്കുന്നത്. എക്സിനും വൈക്കും നമ്മൾ 24,000 16,000. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പം അത് 24:16 വരും. വീണ്ടും നമ്മൾ ഷോർട്ടൻ ചെയ്ത് വരുമ്പം ഏകദേശം 3:2 എന്നൊരു പ്രൊപ്പോർഷനായിട്ടായിട്ട് വരും. നിങ്ങളത് ഷോർട്ടൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആ ബേസിസിൽ എക്സിനും വൈക്കും മാത്രമായിട്ട് വീതിച്ച് കൊടുക്കുക. അപ്പോൾ എക്സിനും വൈക്കും നമ്മൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് വീതിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിക്കോണം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമുക്ക് അവർക്ക് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3000 ആണ്. ടൈം കീപ്പിങ്ങിൻ്റെ ഒരു 400 നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു 696 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്തതിന് ശേഷം 3000 + 400 + 696 ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്ന ആ ടോട്ടൽ 4096 എന്നുള്ള എമൗണ്ടാണ് നമ്മൾ എക്സിനും വൈക്കും ഈ ഒരു റേഷ്യോയിൽ 3:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ കൊടുക്കുക. അപ്പം നമ്മൾ അതിന് ശേഷം ഓരോത്തിൻ്റെയും നമ്മൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്റ്റെപ്പിൻ്റെ ഒരു ബേസിസിൽ കിട്ടും. സ്റ്റെപ്പ് ലാഡറിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിതിനെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 10 കൂടി ഞാനൊന്ന് പറയാം. ഇല്ലുസ്ട്രേഷൻ 10 2 പ്രോബ്ലമാണ് നമുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്. നമുക്ക് 2 പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടി ചെയ്യുമ്പം ഏകദേശം നമുക്കിത് ഫെമിലിയർ ആയിട്ട് വരും. ഇവിടെ ഇല്ലുസ്ട്രേഷൻ 10 പറഞ്ഞിരിക്കുന്നത് വിജയ് എക്യുപ്മെൻറ്റ് ആൻഡ് കമ്പനി പ്രൊഡ്യൂസസ് വേരിയസ് ആർട്ടിക്കിൾസ് ഓഫ് സ്റ്റീൽ for domestic and office use. Its factory has the following departments and the amount of overhead expense incurred and other particulars for the month of January 2019. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 3, അതായത് മെയിൻ്റനൻസ്, ബിൽഡിംഗ് സർവീസ്, പവർ, ഇതൊക്കെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും കട്ടിംഗ് അസംബ്ലിങ് എന്നിങ്ങനെ 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സാണുള്ളത്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് ഏതൊക്കെയാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നും. സോ നമുക്കിവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ്റനൻസ്, ബിൽഡിംഗ് സർവീസ് ആൻഡ് പവർ, പ്രൊഡക്ഷൻ സർവീസ് ആണ് കട്ടിംഗ് ആൻഡ് അസംബ്ലി. ഇനി അതിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള കോസ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിൻ്റെയും ബേസിസ് പറഞ്ഞിട്ടുണ്ട്. അവേഴ്സ് വർക്ക്ഡ്, ഫ്ലോർ ഓഫ് സ്പേസ്, പവർ കൺസ്യൂംഡ്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ വീതിച്ച് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊടുക്കുന്നത് അവേഴ്സ് വർക്ക്ഡ് വെച്ചിട്ടാണ്. ബിൽഡിംഗ് സർവീസിൻ്റെ ഫ്ലോർ സ്പേസ് വെച്ചിട്ട്. പവറിൻ്റെ നമ്മൾ വീതിച്ച് കൊടുക്കുന്നത് ബേസ് ഓഫ് കൺസംഷൻ ബേസ്, പവർ കൺസംഷൻ ബേസ് ചെയ്തിട്ട്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ചെയ്യുക. ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനുള്ള എത്രയാണെന്ന് നോക്കുക. ആക്ച്വലായിട്ട് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് തന്നെ നോക്കാം. മെയിൻ്റനൻസിന് 96,000, ബിൽഡിംഗ് സർവീസിന് 12,000, അതുപോലെ പവർ 4,000, കട്ടിംഗ് 16,000 ആൻഡ് അസംബ്ലി 8,000. ഇത്രയും നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ തന്നിരിക്കുന്നത് നമ്മൾ അതേപോലെ എഴുതുക. പിന്നെ ഉള്ളത് ഫസ്റ്റ് തന്നിരിക്കുന്നത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് 96,000 തന്നിട്ടുണ്ട്. നമ്മളത് അവേഴ്സ് വർക്കിൻ്റെ ബേസിസിലാണ് കൊടുക്കേണ്ടത്. സോ നമ്മൾ അവേഴ്സ് വർക്ക് നോക്കുമ്പം 10,000, 400, 1,600, 400, 1,600, 1,800 ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഷോർട്ടൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 5:2:8:9 ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് അതിൻ്റെ ബേസിസിൽ നമ്മൾ 96,000 നമ്മൾ ബിൽഡിംഗ് സർവീസിനും പവറിനും കട്ടിങ്ങും അസംബ്ലി ഇവർക്ക് നമ്മൾ വീതിച്ച് കൊടുക്കുക.
രണ്ടാമത് വന്നിരിക്കുന്നത് ബിൽഡിംഗ് സർവീസിൻ്റെ കാര്യമാണ്. ബിൽഡിംഗ് സർവീസ് ഫ്ലോർ സ്പേസിൻ്റെ ബേസിസിലാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് 2:4:8 നമ്മളത് ഷോർട്ടൻ ചെയ്യുമ്പോൾ 1:2:4 എന്ന് വരും. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് സർവീസിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ 12,000 ഉണ്ടായിരുന്നു. നമ്മൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2,000 കൂടി അപ്പോർഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ 14,000 ഉണ്ട്. ആ 14,000 നമ്മൾ വീതിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 14,000 മൈനസ് ഇട്ടിട്ട് നമ്മൾ ഈ 1:2:4 നമ്മൾ ഇത് വീതിച്ച് കൊടുക്കുക. അപ്പോൾ 2,000, 4,000, 8,000 എന്ന് വീതിച്ച് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പവർ ഡിപ്പാർട്ട്മെൻറ്റാണ്. പവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കിലോ വാട്ട് അവേഴ്സ് അല്ലെങ്കിൽ പവർ കൺസ്യൂംഡാണ് വന്നിരിക്കുന്നത് 33,60,000, 40,000. അപ്പോൾ നമ്മളത് ഷോർട്ടൻ ചെയ്തെടുക്കുമ്പം 9:1 എന്ന് കിട്ടും. ഇനി ആ 9:1 എന്നുള്ളത് ആ ബേസിസിൽ നമ്മൾ പവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം 4,000 ഉണ്ടായിരുന്നു. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 800 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബിൽഡിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2,000 കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ചെയ്യുമ്പം 6,800 ഉണ്ട്. ഈ 6,800 നമ്മൾ ഈ 9:1 പ്രകാരം നമ്മൾ 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ലാസ്റ്റ് വീതിച്ച് കൊടുക്കാം. അതിനുശേഷം അത് നമ്മൾ ടോട്ടൽ ചെയ്തിടുന്നു. ദെൻ ഒരു സ്റ്റെപ്പിൻ്റെ ബേസിസിൽ നമ്മൾ വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട്. ഏറ്റവും സിമ്പിളാണ്. നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി എങ്ങനെയാണ് വീതിച്ച് കൊടുക്കുന്നത് എന്നുള്ള കാര്യം മാത്രം. അപ്പോൾ ഇതിൻ്റെ മോഡൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം 13ഉം 14 പേജ് നമ്പർ 200 13ഉം 14 രണ്ടും സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രോബ്ലംസ് നിങ്ങൾ ബുക്കിലോട്ട് ചെയ്ത് നോക്കുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. അധികം ആരും ഈ പറഞ്ഞ പോലെ ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരുന്നില്ല. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ കുറച്ചും കൂടി പോർഷൻ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഒരു സെമിസ്റ്ററിൽ ടെക്സ്റ്റിൽ എല്ലാം പഠിപ്പിച്ച് തീരും. അപ്പോൾ അതിനുള്ളിൽ എല്ലാവരും തന്നെ ക്ലാസ് കേൾക്കുക. എല്ലാവരും തന്നെ നന്നായിട്ട് ഈ പ്രോബ്ലമൊക്കെ പഠിക്കുക. കമ്പാരിറ്റീവ്ലി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈസി ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് ആണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജയിക്കാനും മറ്റ് അക്കൗണ്ടിങ്ങിൽ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ ജയിക്കാനും സാധ്യതയുള്ള ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ സപ്ലിമെൻ്റ് എഴുതാതെ തന്നെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ചെയ്ത് നോക്കുക. അവരുടെ പ്രാക്ടിക്കൽ പ്രോബ്ലം 13ഉം 14 നിങ്ങൾ ബുക്കിൽ ചെയ്ത് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തീർക്കാം. നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.